റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി ടേക്ക് ഓഫ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കൂടെ നമുക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു താരം, പതിറ്റാണ്ടുകളായിട്ട് നമ്മളെ ഇങ്ങനെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരം ചേരുകയാണ്. നാദിർഷയ്ക്കാണ് നമ്മളോട് ചേരുന്നത്. നാദിർഷ, നമസ്കാരം. നമസ്കാരം. ഒരുപാട് തരത്തിലാണ് ആദ്യം മുതൽ ഇങ്ങോട്ട് കരിയർ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പല പല വേഷങ്ങളിൽ വരുന്നു. പക്ഷെ ഇവിടെയൊക്കെ അൾട്ടിമേറ്റ് മലയാളികളെ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം. മാജിക് മഷ്റൂമിന്റെ ആണ്. എന്താണ് അതിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ? മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഞാനും കൂടി കട്ടപ്പനയിലെ ഋതുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അക്കാലത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിലൊന്നായ കട്ടപ്പനയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന അതേ ജോണറിൽപ്പെട്ട അതുപോലെ നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ, അതാണ് മാജിക് മഷ്റൂം. അപ്പൊ ഈ ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഇപ്പം ആദ്യത്തെ വലിയ വലിയ ഹിറ്റുകൾ കാര്യങ്ങളൊക്കെ സമ്മാനിച്ച് മുന്നോട്ട് വന്ന ആളാണ്. ഇപ്പോ വീണ്ടും അതേപോലെ ഒരു കോമഡി ട്രാക്കിൽ തന്നെയാണോ ഈ ഒരു സിനിമയും പക്ക കോമഡി ട്രാക്കിൽ തന്നെയാണോ വരാൻ പോണത്? ഇത് കോമഡി മാത്രമല്ല, അത് വെറും കോമഡി മാത്രമാണെങ്കിൽ നമുക്ക് സിനിമ വർക്ക് ആവാനായിട്ട് ഇതാണ്. നമുക്ക് ഫാമിലി ഇമോഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ലവ് ട്രാക്ക് അങ്ങനെയുള്ള ഒരു നമ്മളുടെ ഹൃദയത്തിലേക്ക് പതിക്കുന്ന തരത്തിലുള്ള സീൻസും സീക്വൻസും എല്ലാം ഉണ്ടെങ്കിലാണ് സിനിമ വർക്കാവുള്ളൂ. അതായത് സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും കഥയും ഈ സിനിമയിലുണ്ട്. എൻജോയ് ചെയ്യിപ്പിക്കുന്ന. നമ്മളിപ്പോ ഏത് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള ഒരു നമ്മൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ നാദിർഷ എന്ന് പറയുന്ന ആളെ നമ്മൾ ഫസ്റ്റ് മുതലേ കാണുന്നത് ട്രോള്, ശരിക്കും ഇപ്പൊക്കെ ട്രോള് എന്ന് പറയുമെങ്കിലും അന്നത്തെ കാലത്തെ പാരഡികളും അന്നത്തെ എന്താണോ ആ നാട്ടിൽ നടക്കുന്നത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രോളിയിട്ട് നമ്മളുടെ ഈ കാസറ്റുകൾ വളരെ സജീവമായിട്ടുള്ള സമയമുണ്ട്. ആ ഒരു ആൾ ഇപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ട്രെയിലർ ടീസറൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവം എന്താണോ അതിനിപ്പോ എന്നതാ ജോമു നിൽക്കുന്ന ആ സാധനമൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ ഈ സിനിമയിലും ബാക്കി ഭാഗങ്ങളിലും? അല്ല, ഇതിപ്പോ നിങ്ങൾ പറഞ്ഞൊരു സംഭവമില്ലേ, അത് തന്നെ പണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് കാര്യങ്ങളും അപ്പോ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ ട്രോളുക എന്ന് പറയുന്ന കാര്യങ്ങളാണ് പണ്ട് ഞങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പൊ സിനിമയിൽ വന്നപ്പോ എന്തോ ഒരു ഞങ്ങളുടെ ഈ അപ്ഡേഷൻ ഈ സിനിമയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഉള്ള വിഷ്വൽസ്, കാരണം ഇതൊന്നും ഒരിക്കലും ഇപ്പൊ നമ്മൾ ഇറങ്ങിയ ടീസറോ കാര്യങ്ങൾ ഇതൊന്നും നമ്മള് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന സീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ജോമുവിന്റെ സംഭവമാണെങ്കിലും സിനിമയിൽ ഉണ്ട് നമ്മളുടെ, അതിന് വേറെ വേർഷനിലായിരുന്നുള്ളൂ. അപ്പൊ പക്ഷെ നമ്മളത് ഷൂട്ട് ചെയ്ത് സമയമൊക്കെ എന്ന് പറഞ്ഞാൽ 2 മാസം മുമ്പ് നമുക്ക് ഷൂട്ട് ചെയ്തതാണ് സിനിമ. 2 മാസം മുമ്പ് കഴിഞ്ഞ അതിന്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 മാസമായി. അപ്പൊ അതിനിടയിലും നമുക്ക് അപ്ഡേഷൻസ് നമുക്ക് നമ്മുടെ സിനിമകളിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും ഇത് ശ്രദ്ധിച്ചു. അമറക് ബ്രാന്തോണിയിൽ അന്ന് നമ്മുടെ മാങ്ങാത്തൊലി പാട്ടിനൊപ്പം ലോഗോ പോയി എന്ന് പറഞ്ഞിട്ടൊരു വരി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ആക്ച്വലി ഈ പടം തേങ്ങാക്കൊല. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ആ പടം ഒരു ഏകദേശം ഒരു മാസം പോലും ഇല്ല, ഒരു 10-15 ദിവസം മുമ്പാണ് ഈ പാട്ട് വൈറലാവുന്നത്. അപ്പോഴേക്കും അത് സിനിമയിൽ വരികയാണ്. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു പരിപാടി സാധിക്കുന്നത്? എങ്ങനെയാണ് അത്ര പെട്ടെന്ന്? തേങ്ങാക്കൊല, അത് പാട്ടിന്റെ ലിറിക്സ് ആയിട്ട് വന്ന് കുറഞ്ഞ ദിവസങ്ങളുണ്ട്. അതെ. അപ്പൊ പക്ഷെ ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിപ്പോ നമ്മൾ ചിന്തിക്കും പോലെ അല്ലത്. ഇപ്പൊ നമ്മളുടെ അമറക് ബ്രാന്തോണിയിലെ ആ സംഭവം സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് പെരുമ്പാവൂർ നടന്നില്ലേ? സെയിം ഇൻസിഡന്റ് നടന്നു. അത് ഒരു മുഴം മുമ്പേ നമുക്ക് അറിയാൻ പറ്റുന്നത് ചില സിനിമകൾക്ക് കിട്ടുന്ന അത് ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും നമ്മൾ ഒരിക്കലും ഭാഗ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ കാണുന്നു ചില കാര്യങ്ങള് യാദൃശികമായിട്ട് വീണ്ടും നമ്മളിലേക്ക് നമ്മൾ കാണാനും കേൾക്കാനും ഇടവരുത്തുന്നു എന്ന് പറയുന്നത് അത് അങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമല്ല. തീർച്ചയായിട്ടും. ആൻഡ് വീണ്ടും വിഷ്ണു ഉണ്ണികൃഷ്ണനുമായിട്ട് ചേരുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആദ്യം അവരുടെ ഒരു കരിയറിൽ ശരിക്കും ഏറ്റവും കൂടുതൽ കൈപിടിച്ച് ഉയർത്തിയ ഒരാളാണ് നാദിർഷ എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ചു കാലങ്ങൾ ഒരു മിനിറ്റ്, ഞാൻ വിഷ്ണു എന്റെ അടുത്തുണ്ട്, വിഷ്ണു കേട്ടിരിപ്പുണ്ട്, വിഷ്ണു കൂടി സംസാരിച്ചോട്ടെ. തീർച്ചയായിട്ടും. ഹായ്, നമസ്കാരം ബ്രോ. എന്താണ് വിശേഷം? വീണ്ടും മാജിക് മഷ്റൂമായിട്ട് വരികയാണ്. അപ്പൊ നിങ്ങളെ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അതായത് ശരിക്കും ഒരു കൈപിടിച്ച് കയറ്റിയ ഒരാള് നാദിർഷയാണ്. ഇപ്പോ ഒരു വലിയ നടനായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ വീണ്ടും ചേരുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. 10 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ പിന്നീട് ഒരു സിനിമ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അത് ഏറെ പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. ഞങ്ങളെല്ലാരും ഇതിൽ വളരെ കോൺഫിഡന്റും ഹാപ്പിയുമാണ് മാജിക് മഷ്റൂംസിൽ. തീർച്ചയായിട്ടും. അപ്പോ ഈ ഒരു സിനിമ നമുക്കിപ്പം പർട്ടിക്കുലർ ഈ മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഒരു മൂവി വരുമ്പോൾ ഇതിന്റെ ടൈറ്റിൽ തന്നെ ഇതിലാണ്. ഇത് എങ്ങനെയാണ് ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് വരിക? അല്ല,
ഇതിലെ കഥാപാത്രങ്ങളും മഷ്റൂമുകളുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഷ്റൂമുകളുടെ വളർച്ചയും ഈ കഥാപാത്രങ്ങളുടെ ഒരു ഗ്രോത്തും ഏകദേശം ഒരുപോലെയാണ്. ഈ കൂണുകൾ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ആക്ച്വലി ഒരു മാജിക് ആണ്. കൂണിന്റെ ജനനം തന്നെ അങ്ങനെയാണെന്ന് പറയാം. മറ്റേ ഇടിമിന്നൽ ഉണ്ടാവുമ്പോഴ പൊട്ടിമുളയ്ക്കുന്ന സാധനമൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഈ സിനിമയുടെ കഥാപരമായിട്ട് അതിന് ഒരു ലെയറും കൂടി കിടക്കുന്നുണ്ട് ഈ സിനിമയിൽ. അത് സിനിമ കണ്ടു കഴിയുമ്പോ കുറച്ചും കൂടി കണക്ട് ആവും ഈ പേര്. അല്ലാതെ ഇത് മറ്റേ മാജിക് മഷ്റൂം അല്ല. ഇതിപ്പോ നമുക്ക് 23-ാം തീയതി സിനിമ റിലീസ് ആകാൻ പോവാണ്. ഇനി ആകെ 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പൊ ഇതിനോടൊപ്പം കുറെ സിനിമകൾ ഇങ്ങനെ ഒരുമിച്ച് റിലീസ് ആവുന്നുണ്ട്. അപ്പൊ പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നത്? കാരണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഈ വർഷം തുടർന്ന് നോക്കുകയാണെങ്കിൽ വലിയ വലിയ റിലീസുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ സിനിമ വരുമ്പോൾ കുറെ വലിയ വലിയ ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസ് ആവുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡേറ്റ് എടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? അല്ല, അത് പല സിനിമകളുടെയും ഞാൻ പറയണ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് നമ്മൾ തീർന്ന് കഴിയുമ്പോൾ റിലീസിംഗ് ഡേറ്റ് എപ്പോഴാണ് പ്ലാൻ ചെയ്യുള്ളൂ. അപ്പൊ ചിലത് ഉണ്ടാകും, ചിലത് ഉണ്ടാകില്ല എന്നുള്ളൊരു ധാരണയോടുകൂടിയാണ് നമ്മൾ വരുന്നത്. അപ്പൊ ചിലപ്പോ നമുക്ക് ഡേറ്റ് കിട്ടുമ്പോ അതേ ഡേറ്റിൽ കറങ്ങി തിരിഞ്ഞ് ഇതിന് മുമ്പ് റിലീസ് ചെയ്യേണ്ട ചില സിനിമകൾ ഉണ്ടായിരുന്നു. ഇപ്പോ ജനുവരി ഫസ്റ്റ് വീക്കും അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോ റിലീസ് ചെയ്യേണ്ട സിനിമകൾ തള്ളി ഈ ഡേറ്റിലേക്ക് വന്നായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ചിലപ്പോ അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്ന പടം കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് റിലീസ് ചെയ്യുന്നത്. അതൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് അതിന്റെ പ്രൊഡക്ഷൻ ടീമിന്റെ ഒരു തീരുമാനങ്ങൾ അനുസരിച്ചിട്ടല്ലേ പോകുന്നത്. അതിന് സൊല്യൂഷൻസ് എന്ന് പറയാം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കും അതിന്റെ പിന്നീടുള്ള വീക്കിലൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനനായകൻ എന്ന് പറയുന്ന ഒരു സിനിമ വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അതായത് 16-ാം തീയതി. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു മെയിൻ പ്രോബ്ലം ഉണ്ടായത്. ഈ വിജയുടെ ഒരു പടം വരുന്നതെന്ന് പറയുമ്പോ അതിന് ഒരു നമുക്ക് ഇവിടെ കേരളത്തിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും അത് ഒരു വലിയ സിനിമയല്ലേ. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് തിയേറ്റേഴ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തിയേറ്ററുകൾ അതിന് വലിയൊരു അഡ്വാൻസും കൊടുത്ത് ആ തിയേറ്ററുകൾ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ച് അവര് അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്ന സമയത്ത് പല സിനിമകളും ആ സമയത്ത് റിലീസ് ചെയ്യേണ്ട പടങ്ങള് തള്ളി വെച്ചു ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക്. അപ്പൊ അങ്ങനെയാണ് ഈ ഡേറ്റ് ക്ലാഷ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിച്ചതാണ്. അല്ലെങ്കിൽ 16-ാം തീയതി അതിന് മുമ്പുള്ള 10-ാം തീയതി ഉള്ള തീയതികളിൽ പല സിനിമകളും ഇറങ്ങിയാണ് നമ്മുടെ മലയാളം പടങ്ങൾ. ഇത്രയും ക്ലാസ് വരില്ലായിരുന്നു. നമ്മുടെ റൈറ്റർ ആകാശ് അതുപോലെ തന്നെ സുജിത് വാസുദേവാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു കോൺട്രിബ്യൂഷനെ പറ്റി കൂടി പറയുകയാണെങ്കിൽ, സുജിത്ത് അമർ അക്ബർ ധോണിക്ക് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന സിനിമയാണ്. പിന്നെ അഷ്റഫ് ഇലാക്കൽ എന്ന് പറയുന്ന പ്രവാസിയായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിലുള്ള സിനിമയാണ്. പിന്നെ ജോൺ കുട്ടി നമ്മുടെ ആദ്യത്തെ 2 പടത്തിന്റെ എഡിറ്റർ ആയിരുന്നു. അദ്ദേഹം കൂടി. പിന്നെ ആകാശ് ദേവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന പോലെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പിന്നെ ബിബിനും വന്ന പോലെ, ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണൻ വന്ന പോലെ ഒരു പുതിയ റൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ ഈ സിനിമയിലൂടെ. അത് അപ്പൊ നമുക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അല്ലാണ്ട് നമ്മളിങ്ങനെ കയറി നിന്നിട്ട് സാധാരണക്കാരന്റെ ഭാഷ പറഞ്ഞ തള്ളി മറിച്ചിട്ട് കാര്യമില്ല. അവര് കാണുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട മാത്രമേ പടം വർക്കാവുള്ളൂ. അപ്പൊ പക്ഷെ ഒരു ഓഡിയൻസ് സ്ഥാനത്ത് നിന്നിട്ട് ഇപ്പൊ ഞാൻ ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ വിഷ്ണു ആക്ടറായിട്ടോ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ സിനിമകളും ഭയങ്കര ഹിറ്റാണ്. അപ്പൊ നമ്മളതല്ലാതെ ചില കാര്യങ്ങള് സത്യസന്ധമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ഓഡിയന്റെ ഭാഗത്ത് നിന്ന് കാണുമ്പോഴാണ്. ഓഡിയന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഒരു ഹാപ്പി ആവുന്ന ഒരു സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ബാക്കി സാധാ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്കാണ് അവർ കാണുമ്പോൾ അവർ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം നമ്മൾ പറയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. ഞങ്ങള് ഇതിനകത്ത് എന്തൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നിന്നൊന്ന എക്സ്പീരിയൻസ് ആണ്. നമ്മളൊക്കെ അവിടെ എത്രയോ പ്രാവശ്യം ഖത്തറിലും ദുബായിലും മറ്റുള്ള എല്ലാ ഗൾഫ് കൺട്രീസിലും വന്നിട്ട് സ്റ്റേജ് ഷോ ചെയ്ത് ഞങ്ങളൊക്കെ അറിയപ്പെടുന്ന അവരുടെ കൂട്ടത്തിലേക്ക് വളർത്തിയത് തീർച്ചയായിട്ടും പ്രവാസികൾ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ സിനിമയായിട്ട് വരുന്നതെന്ന് പറഞ്ഞു, പണ്ട് വീഡിയോ കാസറ്റായിട്ട് വന്ന സമയത്ത് നമുക്ക് തന്നേക്കുന്ന സ്നേഹം തന്നെയാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും. ആ മിമിക്രിക്കാരൻ നാദർഷയൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പൊ സിനിമ ആ ഒരു ബന്ധത്തിൽ തന്നെ ഈ നമ്മളുടെ സിനിമകളെ നമ്മൾ അന്ന് പ്രോത്സാഹിപ്പിച്ചത് പോലെ തന്നെ പ്രോത്സാഹനങ്ങളും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിർലോഭം. ഒരിക്കലും അത് അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടില്ല നമ്മളുടെ ഇടയിൽ. അപ്പൊ അതിന്റെ പേരിൽ ആ സ്നേഹം ഇപ്പോഴും ഞാൻ കൊതിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.